ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇന്ന് ഞാൻ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. കറിക്ക് വേണ്ട ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയൊക്കെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളയപ്പം ചൂടാൻ നിൽക്കുകയാണ്. അപ്പോൾ വെള്ളയപ്പം ഓരോന്നോരോന്ന് ചുറ്റുവിട്ട് എടുക്കുന്നുണ്ട്. നല്ല വെള്ളയപ്പമായിട്ട് വരുന്നുണ്ട്, കാണാനൊന്നും കുഴപ്പമില്ല. അപ്പോൾ കറിയിലേക്ക് വേണ്ടുന്ന തേങ്ങയൊക്കെ അരായി വെച്ചായിരുന്നു, അരച്ച് വെച്ചിട്ടുണ്ട്. ചായയൊക്കെ റെഡിയായി. അങ്ങനെ വെള്ളയപ്പവും കറിയും ചായയൊക്കെ റെഡിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് അലക്കി വെച്ച ഡ്രസ്സൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നു. നമ്മൾ ടെറസിലാണ് ഡ്രസ്സൊക്കെ വിരിക്കാറ്. പിന്നെ നമ്മൾ ഉച്ചക്കേക്ക് ഒരു മുട്ട ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചില്ല. 3 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അപ്പോൾ അതൊക്കെ അരിഞ്ഞും അരച്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് ഉള്ളി നല്ലോണം വഴറ്റാൻ വെക്കുക. നല്ലോണം വേവണം. നല്ലോണം വെന്ത് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വേവിക്കുക. അത് നല്ലപോലെ വേവട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ പേസ്റ്റില്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാല: മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി 3 ഇട്ട് നല്ലോണം ഇളക്കുക. മസാല റെഡിയായി. അപ്പോൾ ബിരിയാണിയിലേക്കുള്ള മുട്ട മസാല റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണീൻ്റെ നോക്കാം. ബിരിയാണിയിലേക്ക് ആവശ്യമായ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, അങ്ങനത്തെ ഐറ്റംസൊക്കെ, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ബിരിയാണി മസാല, പിന്നെ കുക്കർ എടുത്ത് അതിൽ നെയ്യും കുറച്ച് ഓയിലും പിന്നെ ഗ്രാമ്പൂ പട്ടയൊക്കെ ഇട്ട് അത് കഴിയുമ്പോൾ അരി ഇടുക. നല്ലപോലെ ഇളക്കണം. അരി നല്ലോണം ഇളക്കണം. 1.5 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലൊഴിക്കുക. നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റൊക്കെ അതിലകത്തിട്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മൂടി വെക്കുക. നമ്മൾ വിസിലില്ലാണ്ട് കേട്ടോ വെക്കുന്നത്. 20 മിനിറ്റ് വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്ന് നോക്കുക. ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഇനി അതിലേക്ക് ക്യാരറ്റും കുറച്ച് മല്ലിയിലയെല്ലാം ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മുട്ട ബിരിയാണി അവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിവിടെ തുടക്കാനൊക്കെ ഒരു ആൻറ്റി വരും കേട്ടോ. ഭക്ഷണം കഴിച്ചോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ പച്ചക്കറി വിൽക്കാൻ ഇതേപോലെ വണ്ടിയൊക്കെ വരും. ഞാൻ ചിലപ്പം വാങ്ങാറുണ്ട്, ചിലപ്പം വാങ്ങാറില്ല. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വെച്ചു. വണ്ടിക്ക് എണ്ണയൊക്കെ അടിക്കണമായിരുന്നു. അങ്ങനെ പെട്രോൾ പമ്പിലേക്ക് പോയി. പിന്നെ തിരിച്ച് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ സ്മാർട്ട് പോയിന്റിൽ പോയി അവിടെ നിന്ന് റവ എടുത്ത് ഇടയ്ക്കുപ്പുമാവൊക്കെ ഉണ്ടാക്കി. പിന്നെ തൈര് വേണമായിരുന്നു, അപ്പോൾ ഒരു തൈരും എടുത്തു. പിന്നെ ഇവന് 2-3 ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച്. ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബില്ലും അടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് താഴെ ഇരിക്കാൻ വിചാരിച്ച് വന്നതാണ്. പിന്നെ ഇവൻ്റെ നടത്തമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു.